ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, സാധാരണ കുടുംബത്തിന് ഒരു 1000 രൂപയ്ക്ക് സദ്യ ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് പറ്റും ഇത് ഇത്ര വെച്ചിട്ട് അങ്ങ് ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, പറ്റുന്ന പോലെ ഉണ്ടാക്കി കാണിച്ചു തന്നാൽ മതി. ഹലോ ഗൈസ്, കുറെ നാൾക്ക് ശേഷമാണ് നമ്മൾ രണ്ടുപേരും പിന്നെയും ഒന്നിച്ചൊരു വീഡിയോ പറഞ്ഞല്ലേ ഗൈസ്. ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ 1000 രൂപയ്ക്ക് 5 പേർക്കുള്ള സദ്യ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ പറ്റുമോ, സെറ്റാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. എന്താ അഭിപ്രായം? പറ്റുമെന്നാണ് എൻ്റെ വൈഫ് പറയുന്നത്. പറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇപ്പോഴത്തെ സാധനങ്ങളെ വിലയും നിലവാരമൊക്കെ അനുസരിച്ച് ഒരിക്കലും ഒരു 1000 രൂപയ്ക്ക് 5 പേർക്കുള്ള ഫുഡ്, അതും സദ്യ പോലെ പലയച്ച വിഭവങ്ങളുള്ള, എനിക്ക് തോന്നുന്നില്ല പറ്റുമോ. പറ്റും. എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കറികൾ? പരിപ്പ്, നെയ്യ്, രസം, സാമ്പാർ, പച്ചടി, കിച്ചടി, അവിയല്, തോരൻ, മെഴുക്കുരട്ടി, കാളൻ, ഓലൻ. അങ്ങനെയല്ല, എരിശ്ശേരി ഉണ്ട്, പുളിശ്ശേരി. പുളിശ്ശേരി അങ്ങനെ ഞാൻ എല്ലാം വെക്കൂല. എന്നാലും അച്ചാറ്, പപ്പടം, പായസം, പഴം. വേറെ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് പപ്പടം, ബോളി ആഡ് ചെയ്യാം. നമുക്ക് കൊല്ലംകാരിക്ക് ബോളി ഇല്ല, പക്ഷെ നമ്മുടെ ട്രിവാൻഡ്രംകാർക്ക് സദ്യ പൂർണ്ണമാണെങ്കിൽ ബോളി കൂടെ ഉണ്ടാവണം. ബോളിയും പായസവും കൂടെ ഉണ്ടായാലേ. നമുക്ക് കൊല്ലക്കാർക്ക് ബോളിയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് നമ്മുടെ രാജിക്ക് റോയൽ ട്രിവാൻഡ്രം. നമുക്ക് സദ്യ കൊല്ലക്കാർക്ക് അടിപൊളി അല്ല, യോജിക്കുന്നു. നിങ്ങൾ സദ്യ അടിപൊളി. പക്ഷെ ട്രിവാൻഡ്രം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ. ശരി, ഓക്കെ. അത് 2ാം സ്ഥാനമല്ലേ കൊല്ലം. സ്കെയിൽ 01 ട്രിവാൻഡ്രം നമ്പർ 1. ഓക്കെ സദ്യക്ക് നമ്പർ 1 ട്രിവാൻഡ്രം. സമ്മതിച്ചു. നീ ട്രിവാൻഡ്രം സദ്യ കഴിച്ചിട്ടുണ്ടോ? ഇല്ല. അതാണ് ഇങ്ങനെ പക്ഷേ കൊല്ലം സദ്യ കഴിച്ചിട്ടുണ്ട്. നമ്മൾ ടോപ്പിക്ക് പോയി. നമ്മളിതിന്റെ മെയിൻ ടോപ്പിക് 1000 രൂപയ്ക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റുമോ ഇല്ലെന്നുള്ളതാണ്. ഓക്കെ, സാധനങ്ങൾ ലിസ്റ്റ് എന്തായാലും നമുക്ക് കടയിൽ പോയി അത് വാങ്ങാൻ പറ്റൂല്ലോ നോക്കാം. ഓക്കെ, അരി 3 കിലോ എഴുതിയാ, ചവ്വരി 1 അവർ, പാല് 2 അവർ, ബീട്രൂട്ട്. 15 ഐറ്റം കറികളുമായി സദ്യ 1000 രൂപയ്ക്ക് അവൾ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഭയങ്കര വലിയ ലിസ്റ്റാണ് കൈസ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തീരുമില്ല, പെട്ടെന്നാവട്ടെ, കട അടങ്ങാൻ മുന്നേ പോണം. ഇനി ലിസ്റ്റ് ഒന്ന് വായിച്ചു ചേട്ടൻ കേക്കട്ടെ. അരി 3 കിലോ. 3 കിലോ അരി തികയോ 5 പേർക്ക്? മതി. ബീട്രൂട്ട് 1 കിലോ. ബീട്രൂട്ട് 1 കിലോ. 1 കിലോയിൽ 250 മലത്തേക്ക കിച്ചടി, പച്ചടിയൊക്കെ ഉണ്ടാക്കാൻ തന്നെ. ബീൻസ്, പച്ചക്ക, മുരിങ്ങയ്ക്ക, 8 മലക്കറി, ഇഞ്ചി, വെള്ളരി, പഞ്ചസാര, മോര്, പുളി, ചെറുപയറ്, ശർക്കര വരട്ടി, അട, ചിപ്സ്, ചവ്വരി, പപ്പടം, ബോളി. ഇത്ര സാധനം മതിയോ 15 രൂപകൾ ഉണ്ടാക്കാൻ? അത് ബാക്കി വീട്ടിലേക്കുള്ള സാധനം തന്നെയല്ലേ, അതെല്ലാം ആഡ് ചെയ്ത് ഇൻക്ലൂഡ് ചെയ്ത്. അതുകൂടി ഉദ്ദേശിച്ചാണ് 1000 രൂപയ്ക്ക് വാങ്ങാൻ പറ്റുന്ന പറഞ്ഞാൽ അങ്ങനെ തന്നെ. ഓൾറെഡി കടുക് അങ്ങനെയൊക്കെ അപ്പൊ ചിലപ്പം പറ്റുമായിരിക്കും കേട്ടോ. ചിലപ്പം വീട്ടില് പകുതി സാധനങ്ങൾ വീട്ടിലുള്ളതാണ്. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, സാധാരണ കുടുംബത്തിന് ഒരു 1000 രൂപയ്ക്ക് സദ്യ ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് പറ്റും. ഇത് ഇത്ര വെച്ചിട്ട് അങ്ങ് ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, പറ്റുന്ന പോലെ ഉണ്ടാക്കി കാണിച്ചു തന്നാൽ മതി. അരി, ബീട്രൂട്ട്, ബീൻസ്, പച്ചക്ക, മുരിങ്ങയ്ക്ക, 8 മലക്കറി, ഇഞ്ചി, വെള്ളരി, പഞ്ചസാര, മോര്, പുളി, ചെറുപയർ, ശർക്കര, അട, ചിപ്സ്, ചവ്വരി, പപ്പടം, ബോളി. ഇത്രയും സാധനങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കടയിൽ പോയി മേടിച്ച് എങ്ങനെ നോക്കിയിട്ട് പറയാം. അങ്ങനെ നമ്മൾ സാധനം വാങ്ങാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലിസ്റ്റൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ പറ്റിയിട്ടുണ്ട്. സ്പീഡിൽ എഴുതിയതുകൊണ്ടാണ്, ബെറ്റി വെച്ചതാണ് ഒരു വാശിപ്പുറത്ത്. ഇപ്പോൾ എനിക്കും ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. അജിമി 1000 രൂപയ്ക്ക് വാങ്ങാൻ പറ്റുമല്ലോ അല്ലേ? വിശ്വാസം നോക്കാം. നീ നാരങ്ങ അച്ചാറ്, മാങ്ങ അച്ചാറ് എഴുതിയോ? മുരിങ്ങയ്ക്ക് മുരിക്കാനൊക്കെയാണ് കായ് ചെയ്തിരിക്കുന്നത്. അബദ്ധം. നമ്മളെ ഷോപ്പ് അടുത്ത് തന്നെയാണ്, എത്താറായി. ഇച്ചിരി ദൂരം കൂടെ ഉള്ളൂ. ഗൈസ്, ഇത് ശരിക്കും അജ്മിയുടെ വാപ്പാടെ ഷോപ്പാണ്. നമ്മൾ പറഞ്ഞു അറിയാത്ത പോലെ അഭിനയിക്കാനെന്ന്, മുമ്പിൽ അഭിനയിച്ച് തകർക്കുകയാണ്. ചെറിയ ഉള്ളി 2.5 കിലോ 100, ബീൻസ് 2.5 കിലോ 100, ബീൻസ് 2.5 കിലോ 100, വെണ്ടക്ക 3 കിലോ 100, വെണ്ടക്ക 3 കിലോ 100, ബീട്രൂട്ട് 3 കിലോ 100. മാങ്ങ ഒരു കുപ്പി, നാരങ്ങ ഒരു കുപ്പി. അജ്മി എന്താണ് 1000 രൂപയ്ക്ക് നിൽക്കോ? 1150 ടോട്ടൽ. എന്തായാലും എന്താ 1000 രൂപയ്ക്ക് സദ്യ ഉണ്ടാക്കാവുന്ന ആളാണ് ഒളിച്ചൊക്കെ നിൽക്കുന്നത് ഗൈസ്. പറഞ്ഞില്ല.
അണ്ടിപ്പരിപ്പ് മുന്തിരി വേണോ? പിന്നെ പായസത്തിന് വേണ്ടേ? അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും പറഞ്ഞില്ല ഗൈസ്. ഞാൻ പറഞ്ഞ 1150 രൂപ ആവുന്നു. അങ്ങനെ പറഞ്ഞില്ല. 1000 വെളി വരുമെന്ന് പറഞ്ഞോ? ഗൈസ് സാധനമൊക്കെ മേടിച്ച് നമ്മളിതാ ഇറങ്ങാണ്. ഇനി എന്തെങ്കിലും പറയണ്ടോ? എനിക്കൊന്നും പറയാനില്ല. ഇനി സാധനങ്ങൾ ഗ്യാസിന്റെ ചിലവ് നമ്മൾ കൂട്ടിയില്ലായിരുന്നേ. അപ്പൊ എല്ലാം കൂടെ എത്ര ആവും? ഗ്യാസ് ഓൾറെഡി വീട്ടിലുണ്ടല്ലോ. ഉണ്ട്. ഓക്കെ. അങ്ങനെ ഗൈസ് ഫൈനലി നമ്മൾ വീടെത്തിയിരിക്കുകയാണ്. 150 രൂപ കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല. ഇനി സദ്യ ഉണ്ടാക്കിയിട്ട് ബാക്കി കാണാം. ബൈ.